കേരള PSC പരീക്ഷകളിൽ നിരന്തരം ആവർത്തിച്ചു വരുന്ന ഒരു കുഞ്ഞൻ ടോപ്പിക്കാണ് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു വരാറുണ്ട്. 2020 മുതൽ ഇതുവരെ ഏകദേശം 38ഓളം ചോദ്യങ്ങളാണ് 10th ലെവലിന് സമാനമായ പരീക്ഷകളിൽ ഈ ചോദ്യം ആവർത്തിച്ചു വന്നത്. അതായത് ഒരു വർഷം ഏകദേശം 5 മുതൽ 10 തവണ വരെ വിവിധ PSC പരീക്ഷകളിൽ ഇത് ആവർത്തിച്ചു വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ആ ചോദ്യം മുൻകാലങ്ങളിലെ മുഴുവൻ ചോദ്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരൊറ്റ ക്ലാസ്സിൽ നമുക്കിന്ന് വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാം. വീഡിയോ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട് കിട്ടും. ആ ഡീറ്റെയിൽഡ് നോട്ട് കൂടാതെ തന്നെ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സാം അതും കിട്ടും. ഈ ഡീറ്റെയിൽഡ് നോട്ടും എക്സാമും അതുപോലെ ഇതുപോലെയുള്ള വീഡിയോകളും ഡെയിലി ക്ലാസ്സുകളും ഡെയിലി ലേണിംഗ് പ്ലാനും കിട്ടുന്നതിനൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചേരുക. ടെലിഗ്രാം ചാനൽ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ MV. വിൻഡോസ് 2ൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് അതിൻ്റെ ഡേറ്റ് ആണ്. ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാ ഡേറ്റ്? മെയ് 10, 1857 ആണ്. നോക്കൂ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഭാഗം 6 ഭാഗമാണ്. 6 ഭാഗവും വളരെ കുറഞ്ഞ നേരം കൊണ്ട് നമുക്ക് പഠിക്കാം. ഇപ്പം പഠിക്കാൻ പോകുന്ന ഭാഗത്ത് നിന്ന് 6 പ്രധാന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എവിടെ ആയിരുന്നു ഇതിൻ്റെ ആരംഭം? 1857 മെയ് 10 മനസ്സിലാക്കി. ഇതിൻ്റെ ആരംഭം മീററ്റിലായിരുന്നു. മീററ്റിൽ ഉത്തർപ്രദേശിലായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടതാണ് ഇതിൻ്റെ പ്രധാന ചിഹ്നങ്ങൾ. ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ താമരയും ചപ്പാത്തിയുമായിരുന്നു ഇതിൻ്റെ ചിഹ്നം. ഇപ്പം സമരത്തിൻ്റെ ആരംഭ സ്ഥാനം എവിടെയാണ്? മീററ്റ്. അവിടെ നിന്ന് വന്ന ചോദ്യം ഏതാണ്? 1857 കലാപം എവിടെയാണ് ആരംഭിച്ചത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. മീററ്റാണ്, ഉത്തർപ്രദേശാണ്. പ്രധാന വസ്തുത എന്താണ്? 1857 സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. സംഘടിതമായ രീതിയിൽ, ഓർക്കുക, സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ് എന്നോർക്കുക. അപ്പോൾ ആദ്യം സംഘടിതമായ കലാപം അവിടെയാണ് ആരംഭിച്ചത്. ഇത് ആസൂത്രിതമായൊരു വിപ്ലവമായിരുന്നു എന്നുള്ളതാണ്. 1857 സമരത്തിന്റെ ആരംഭ തീയതി മെയ് 10 ചോദിച്ചിട്ടുണ്ട്. 1857 മെയ് 10 മറക്കരുത്. 1857 എന്നുള്ള കൊല്ലം മാത്രം ഓർമ്മിച്ചാൽ പോരാ, മെയ് 10 കൂടി ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മറന്നുപോവാത്ത, ഉറപ്പിക്കേണ്ട, ഇപ്പം തന്നെ ഉറപ്പിക്കേണ്ട ഒന്നേതാണ്? അത് 1857 തുടക്കം, അല്ലെ? 1857 മെയ് 10 ഈ ഡേറ്റ് മറക്കരുത്. ഇതാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിന്റെ തുടക്കം. 1857 മെയ് 10 നമ്മൾ ഇതിനോട് കണക്ട് ചെയ്ത് ഓർക്കേണ്ട ഒന്നാണ് 1757 പ്ലാസി യുദ്ധം. എന്താണ് പ്ലാസി യുദ്ധത്തിന്റെ പ്രത്യേകത? പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷ് രാജ് ആരംഭിക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം? റോബർട്ട് ക്ലൈവും ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയും തമ്മിലായിരുന്നു യുദ്ധം. അവിടെ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1857 പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം വിജയിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഭരണം ആരംഭിക്കുന്നു. ബ്രിട്ടീഷ് രാജ് ആരംഭിക്കുന്നു ബംഗാളിൽ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് രാജിന്റെ തുടക്കം ചോദിക്കും ബംഗാളിലാണ്. ആരാണ് ആ യുദ്ധത്തിൽ വിജയിച്ചത്? ബ്രിട്ടീഷുകാരാണ്. അവിടുത്തെ സൈന്യാധിപൻ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആണ്. തോൽപ്പിച്ചത് ആരെയാണ്? ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ 1857 കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞിട്ടാണ് 1857 വിപ്ലവം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചു? അതിനു മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടില്ലേ? ഒട്ടനവധി ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുറിച്യ കലാപം ഉണ്ടായിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏക ഗോത്രവർഗ കലാപം. പക്ഷേ അവിടെ ഉത്തരേന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ സന്താൽ കലാപം ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കലാപമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൂടാതെ പൈക്ക കലാപം. ഇതുപോലെ തന്നെ സൈനികന്മാരാണല്ലോ 1857 ഇതിൻ്റെ തുടക്കമിടുന്നത്. ഇതുപോലെ തന്നെ വെല്ലൂരിൽ കലാപം ഉണ്ടായിട്ടുണ്ട്, സൈനിക കലാപം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഇങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി കലാപങ്ങൾ 1857 ബ്രിട്ടീഷുകാരുടെ ഭരണം ബംഗാളിൽ തുടങ്ങി 100 വർഷം കൊണ്ട് ഇന്ത്യയാകെ വ്യാപിക്കുകയാണ്. പിന്നീട് 100 വർഷമാകുമ്പോഴേക്കും ഇന്ത്യയാകെ വ്യാപിക്കുകയാണ്.
ആ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒട്ടനവധി ചെറുത്തുനിൽപ്പുകൾ ഏതെങ്കിലും ഒരു പ്രദേശത്തോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിലോ ഒതുങ്ങി നിന്നു. ഇപ്പൊ കുറിച്യ കലാപം കുറിച്യരും കുറുമ്പറരും ചേർന്നായിരുന്നു. പക്ഷേ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മീററ്റിൽ ആരംഭിച്ച്, എവിടെയാണ് അത് ആരംഭിക്കുന്നത്? മീററ്റിലാണ്. മീററ്റ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അതിന്റെ ആരംഭം ഓർക്കണം, അത് മീററ്റിൽ ആരംഭിക്കുന്നു. മീററ്റിൽ ആരംഭിച്ച് അത് ഇന്ത്യയിലെ ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലേക്കും പടർന്നു. വിവിധ ജനവിഭാഗങ്ങൾ, സൈനികർ പങ്കെടുത്തു, നാട്ടുരാജാക്കന്മാർ പങ്കെടുത്തു, അങ്ങനെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത സമരമായതുകൊണ്ടാണ് 1857 വിപ്ലവത്തിനെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ അതിന്റെ ചിഹ്നം എന്താണ്? അതിന്റെ ചിഹ്നം താമരയും ചപ്പാത്തിയുമാണ്. അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് താമരയും ചപ്പാത്തിയുമാണ്. അതിന്റെ ചിഹ്നം താമരയും ചപ്പാത്തിയുമാണ്. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണ്ട് ചിഹ്നങ്ങൾ ഓർക്കുക. ഒന്ന് താമര, ഒന്ന് ചപ്പാത്തി. താമരയും ചപ്പാത്തിയും ഒന്നിച്ച് പറയണം. അതിന്റെ ചിഹ്നങ്ങൾ രണ്ടും സെപ്പറേറ്റ് അല്ല, ഒന്നിച്ചാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അതിന്റെ അടിയന്തര കാരണത്തിലേക്ക് വരുമ്പോൾ 1857 വിപ്ലവത്തിന്റെ അടിയന്തര കാരണം എന്ന് പറയുന്നത് എൻഫീൽഡ് P53 തോക്കുകൾ, തിരകളും, ആ തോക്കുകളിലും തിരകളിലും എന്തുണ്ടായി? പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചു. ഏതാണ് തോക്ക്? എൻഫീൽഡ്. ഓർക്കണം, P53 നിർബന്ധമല്ല, എന്നാലും ഓർത്തു വെച്ചോളൂ. എൻഫീൽഡ് ആണ് തോക്ക്. ആ തോക്കിൽ എന്താണ്? പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ട് എന്ന വാർത്ത പ്രചരിച്ചതാണ്. അപ്പൊ തോക്കും തിരയും മാത്രമല്ല, ചപ്പാത്തി, ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടിയിൽ എല്ലുപൊടി ചേർത്തിട്ടുണ്ടെന്ന് വിവരവും ലഭിക്കുകയാണ്. ഇതാണ് ഇതിന്റെ അടിയന്തര കാരണം. എന്നാൽ ദീർഘകാലമായിട്ടുള്ള അസംതൃപ്തിയുണ്ട്. അതിന് ചില നിയമങ്ങൾ കാരണമായിട്ടുണ്ട്. 1848 ഡൽഹൌസി അവതരിപ്പിച്ച ദത്താവകാശ നിരോധന നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്താ പറയാ, ഒരു സമ്മർദ്ദത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഇതൊക്കെ തന്നെ, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ഇതിന്റെ ദീർഘകാല കാരണങ്ങളാണ്. എന്നാൽ അടിയന്തര കാരണം എന്ന് പറഞ്ഞാൽ ഈ എൻഫീൽഡ് തോക്കിൽ, P53 എന്ന് പറയുന്ന എൻഫീൽഡ് തോക്കിൽ കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ട്. ഏതിന്റെ കൊഴുപ്പാ? പന്നിയുടെയും പശുവിന്റെയും. ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വലിയ വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് കടിച്ചു പൊട്ടിക്കണം ഈ തിര. അത് കൂടാതെ അവർക്ക് കൊടുക്കുന്ന റൊട്ടിയിൽ എന്ത് ചേർത്തിട്ടുണ്ട്? എല്ലുപൊടി ചേർത്തിട്ടുണ്ട്. സോ 1857 കലാപത്തിന്റെ അടിയന്തര കാരണം പഠിക്കുമ്പോൾ ഈ രണ്ട് കാരണങ്ങൾ നിങ്ങൾ ഓർക്കണം. അതിന്റെ ചിഹ്നം എന്താണ്? താമരയും ചപ്പാത്തിയുമാണ്. അതിന്റെ അടിയന്തര കാരണം എന്ന് പറയുന്നത്, അടിയന്തര കാരണം, പെട്ടെന്ന് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ ഉണ്ടായ കാരണം, അടിയന്തര കാരണം, ഒന്ന് തിരയും തോക്കുമാണ്. ഒന്നെന്താണ്? തിര, തോക്ക്. തിരയും തോക്കിലും എന്ത് പുരട്ടിയിട്ടുണ്ട്? കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ട്. എന്തിന്റെ കൊഴുപ്പാണ് പുരട്ടിയിട്ടുള്ളത്? ആ കൊഴുപ്പ് പുരട്ടിയിട്ടുള്ളത് പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ട്. മറ്റൊന്ന് ചപ്പാത്തിയാണ്. അവർക്ക് വിതരണം ചെയ്ത ചപ്പാത്തി അഥവാ റൊട്ടിയിൽ എല്ലുപൊടി ചേർത്തിട്ടുണ്ട് എന്നതും കൂടി കേട്ടതോടുകൂടിയാണ് ഒരുപാട് സൈനികർക്ക് ഇത് ഉപയോഗിക്കുന്നതിൽ വലിയ വൈഷമ്യം വരികയാണ്. ഇതാണ് ഇതിന്റെ അടിയന്തര കാരണം. അപ്പൊ ഉപയോഗിച്ച തോക്കിന്റെ പേര് കൂടി ഓർക്കണം. ഉപയോഗിച്ച തോക്കിന്റെ പേര് P53 എന്ന് പറയുന്ന P53 എൻഫീൽഡ് തോക്കാണ് ഉപയോഗിച്ചിരുന്നത്. എൻഫീൽഡ് തോക്കാണ് എന്ന് കൂടി ഓർക്കണം. അതും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 2020 മുമ്പൊക്കെ ആ തോക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2020 ശേഷം ചോദിച്ചിട്ടില്ല. പക്ഷേ അതും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസ് തരുന്നത് നിങ്ങൾക്ക്. കാരണം പലതവണ ആവർത്തിക്കുന്നതാണ്, കുഞ്ഞൻ ടോപ്പിക്കാണ്, കുറച്ചു നേരം കൊണ്ട് പഠിച്ചെടുക്കാം. അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റാവുന്ന കുറഞ്ഞ വിഷയങ്ങളേ ഉള്ളൂ. അതിലൊരു വിഷയമാണ് ഇത്. ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ മോശമല്ലല്ലോ. ഒരു ക്ലാസ് കൊണ്ട് ഒരു മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു 100 വിഷയങ്ങൾ ഉണ്ടെങ്കിൽ 100 ക്ലാസ് കൊണ്ട് 100 മാർക്ക് കിട്ടില്ല. അപ്പം 100 മണിക്കൂർ കൊണ്ട് PSC കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം സബ്ജക്റ്റുകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ സമരത്തിന്റെ ചരിത്രപരമായ സ്ഥാനം ഏതാണ്? അതുമായി ബന്ധപ്പെട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമരം ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമരം 1857 വിപ്ലവമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്.
ഇന്ത്യൻ ദേശീയവാദികൾക്കും ബ്രിട്ടീഷുകാർക്കും ഇതിനെ രണ്ട് വിശേഷണങ്ങളാണ് കൊടുത്തിരുന്നത്. ഇന്ത്യൻ ദേശീയവാദികൾ വി ഡി സവർക്കർ കൊടുത്തത് സ്വധർമ്മത്തിനും സ്വരാജിനും വേണ്ടി നടന്ന യുദ്ധം, അഥവാ അതിനെ അദ്ദേഹം ഇന്ത്യയുടെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നും വിളിച്ചിട്ടുണ്ട്. കാറൽ മാർക്സും അതിനെ വിളിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും. പക്ഷെ ആദ്യം വിളിച്ചത് വി ഡി സവർക്കറാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇതിനെ വിശേഷിപ്പിച്ചത് ശിപായി ലഹള എന്നാണ്. ശിപായി ലഹള എന്ന് വിളിച്ചത് ലോറൻസ് ആണ്. അതുപോലെ തന്നെ ഡെവിൾസ് വിൻഡ്, ചെകുത്താന്റെ കാറ്റ് എന്നും എന്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് വിശേഷണങ്ങൾ 1857 കലാപം അറിയപ്പെടുന്നത് എന്താണ്? ശിപായി ലഹള. ഇന്ത്യൻ ദേശീയവാദികൾ അതിനെ വിളിച്ചത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ജവഹർലാൽ നെഹ്റു അതിനെ വിശേഷിപ്പിച്ചത് ഫ്യൂഡലിസത്തിന്റെ അവസാനത്തെ ചിറകടി എന്നാണ്. ബ്രിട്ടീഷ് നാമത്തിന്റെ രാഷ്ട്രീയം എന്താണ്? ഡെവിൾസ് വിൻഡ് എന്ന് വിളിച്ചു, ചെകുത്താന്റെ കാറ്റ് എന്ന് വിളിച്ചു, ശിപ്പായി ലഹള എന്നും ചെകുത്താന്റെ കാറ്റ് എന്നൊക്കെയാണ് ബ്രിട്ടീഷുകാർ വിളിച്ചത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിശേഷണങ്ങൾ ബ്രിട്ടീഷുകാർ അതിനെ എന്ത് വിശേഷിപ്പിച്ചു, ഇന്ത്യക്കാർ എന്ത് വിശേഷിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് എന്താണ്? അതിനെ ശിപ്പായി ലഹള. ഇന്ത്യക്കാർ വിശേഷിപ്പിച്ചത് എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ശിപ്പായി ലഹള എന്നും ഡെവിൾസ് വൈൻഡ് എന്നും, അതായത് ചെകുത്താന്റെ കാറ്റ് എന്നും വിളിച്ചു. ശിപ്പായി ലഹള എന്നും വിളിച്ചു, ഡെവിൾസ് വൈൻഡ്. കണ്ടു, 1857 കലാപം അറിയപ്പെടുന്നത് എന്താണ്? ശിപ്പായി ലഹള. ബ്രിട്ടീഷുകാർ വിളിച്ച പേര് വന്നിട്ടുണ്ട്. അതേസമയം ഇന്ത്യക്കാര് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് 1857 വിപ്ലവം. ഈ രണ്ടു പേരും ആര് പ്രയോഗിച്ചു എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അത് ഓർക്കുക. അപ്പൊ ഈ പേരുകൾ ആര് വിളിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ അതിനെ വിശേഷിപ്പിച്ചത്, വിശേഷണത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത്, ബ്രിട്ടീഷുകാർ അതിനെ വിശേഷിപ്പിച്ചത് എന്താണ്? ശിപ്പായി ലഹള. മറ്റൊന്ന് അവർ വിശേഷിപ്പിച്ചത് ഡെവിൾസ് വിൻഡ് അഥവാ ചെകുത്താന്റെ കാറ്റ്. നാഗരികരും പ്രാകൃതരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നടക്കം പറഞ്ഞിട്ടുണ്ട്. നാഗരികരും പ്രാകൃതരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഇതൊക്കെ ബ്രിട്ടീഷുകാർ പറഞ്ഞതാണ്. അവർക്ക് അതിനോടുള്ള സമീപനം നമുക്ക് മനസ്സിലാവും അതിൽ നിന്ന്. എന്നാൽ ഇന്ത്യയിലെ ദേശീയവാദികൾ വിശേഷിപ്പിച്ചത് എന്താണ്? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അത് ആദ്യമായി പ്രയോഗിച്ചത് വി ഡി സവർക്കറാണ്. മറ്റുള്ളവരും പിന്നീട് അതിനൊപ്പം നിന്നിട്ടുണ്ട്. എന്നാൽ കാറൽ മാർക്സും അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാറൽ മാർക്സ് അതിനെ വിശേഷിപ്പിച്ചത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെയാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെയാണ് കാറൽ മാർക്സും അതിനെ വിശേഷിപ്പിച്ചത്. ഇപ്പൊ ഈ രണ്ട് വിശേഷണങ്ങളും ഓർത്തിരിക്കുക. ആരൊക്കെയാണ് വിശേഷിപ്പിച്ചത് എന്നും നിങ്ങൾ ഓർത്തിരിക്കണം. രണ്ടു കൂട്ടരും വ്യത്യസ്ത രീതിയിലാണ് ആ സമരത്തെ കണ്ടത് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. രണ്ടു കൂട്ടരും അതിനെ കണ്ടതാണ്. മറ്റൊന്ന് വരിക അസംഗർ പ്രഖ്യാപനം. 1857 കലാപം പറഞ്ഞു. മറ്റൊന്നാണ് അസംഗർ പ്രഖ്യാപനം. ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസംഗർ കലാപം എന്ന് പറയുന്നത്, അസംഗർ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസംഗർ പ്രഖ്യാപനം എന്ന് പറയുന്നത് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസംഗർ പ്രഖ്യാപനം നടക്കുന്നത് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിലാണ്. അസംഗർ പ്രഖ്യാപനം നടക്കുന്നത്. വിപ്ലവകാരികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഷഹർഷാ ഇ ഹിന്ദുസ്ഥാൻ എന്നാണ്. എന്താണ് ഈ കാര്യം? വിപ്ലവകാരികൾ മീററ്റിൽ കലാപം ആരംഭിക്കുന്നു. അത് മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കലാപകാരികൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയും ഡൽഹിയിലെത്തി അവർ ബഹദൂർ ഷാ രണ്ടാമനെ, അവസാനത്തെ മുഗൾ ചക്രവർത്തിയെ, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ആരാധിക്കുകയും ചെയ്തു. അപ്പൊ അവർ കൊടുത്ത പേരാണ് ഷഹർഷാ ഇ ഹിന്ദുസ്ഥാൻ. പക്ഷേ വിപ്ലവം പരാജയപ്പെടുന്നു. വിപ്ലവം പരാജയപ്പെട്ടതിന് ശേഷം ബഹദൂർ ഷാ രണ്ടാമനെയും ബഹദൂർ ഷാ രണ്ടാമന്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും ബ്രിട്ടീഷുകാർ കൊല്ലുകയും ബഹദൂർ ഷാ രണ്ടാമനെ റങ്കൂണിലേക്ക് നാട്ടുകടത്തുകയും ചെയ്തു. ബഹദൂർ ഷാ രണ്ടാമനെ റങ്കൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഇത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമാണ്. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമൻ വിപ്ലവകാരികൾ പറഞ്ഞത് എന്താണ്? ഷഹർഷാ ഇ ഹിന്ദുസ്ഥാൻ. എന്താണ്? ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ. സോ അതോർത്തിരിക്കണം ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ചിട്ട്. ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ച് വന്ന ചോദ്യങ്ങൾ എന്തെല്ലാമാണ് മുൻകാലങ്ങളിലും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തും. ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ബഹദൂർ ഷാ രണ്ടാമൻ
ഒന്ന്, അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചത് ഷഹൻഷാ, അല്ല വിപ്ലവകാരികൾ വിളിച്ചത് ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ. വിപ്ലവകാരികൾ എവിടേക്ക് മാർച്ച് ചെയ്തു? ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ബഹദൂർ ഷാ രണ്ടാമൻ ആരാണ്? അവസാനത്തെ മുഗൾ രാജാവാണ്. അവസാന മുഗൾ രാജാവാണ്. അദ്ദേഹത്തെ എങ്ങോട്ടാണ് നാട് കടത്തിയത്? റങ്കൂണിലേക്കാണ് നാട് കടത്തിയത്. കലാപത്തിന്റെ ഭാഗമായി എവിടെയാണ് അദ്ദേഹം വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? ഡൽഹിയിലാണ്. ഡൽഹിയിൽ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന ഭക്തഖാനും ഡൽഹിയിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ച് ഓർക്കുക, കലാപകാരികൾ അദ്ദേഹത്തിന് കൊടുത്ത പേര് എന്താണ്? ഷഹൻഷായി ഹിന്ദുസ്ഥാൻ. ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത കലാപകാരികൾ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് അത് ബഹദൂർ ഷാ രണ്ടാമനെ. ബഹദൂർ ഷാ രണ്ടാമൻ അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ്. അദ്ദേഹത്തെ നാട് കടത്തിയത് റങ്കൂണിലേക്കാണ്. ഡൽഹിയിലായിരുന്നു അദ്ദേഹം കലാപത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ജനറൽ ഭക്തഖാനും ഉണ്ടായിരുന്നു. അപ്പൊ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ബഹദൂർ ഷാ രണ്ടാമനും ഭക്തഖാനുമാണ്. ഇതാണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അടിസ്ഥാന കാരണങ്ങൾ നമുക്ക് എന്നുള്ള ഭാഗം ഇത്ര നമുക്ക് ഓർക്കാം. അപ്പോ സമരത്തിന്റെ പ്രതീകം അത് നോക്കണം. ചപ്പാത്തിയും താമരയുമാണ്. താമര ഹിന്ദുക്കൾക്ക് പ്രിയങ്കരമായ ഒന്നാണ്. ചപ്പാത്തിയാകട്ടെ ജനകീയ ഭക്ഷണമാണെന്ന സാധാരണക്കാരുടെ. ഈ രണ്ടും കൂടി ചേർന്നാണ് താമരയും ചപ്പാത്തിയും. ഇതും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി എന്താണ് ചരിത്രകാരന്മാർ പറയാറുണ്ട്. സോ ഇതെന്തായിരുന്നു 1857 വിപ്ലവം? ആദ്യത്തെ സംഘടിത സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കപ്പെടുന്നു. മെയ് 10, 1857 ആരംഭിക്കുന്നത്. മീററ്റിൽ ആരംഭിച്ച ഈ വിപ്ലവം പിന്നീട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. മീററ്റിലാണ് ഇത് ആരംഭിക്കുന്നത് 1857 മെയ് 10. പിന്നീട് അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഡൽഹിയിലേക്ക് പോകുന്ന കലാപകാരികൾ അവിടെ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുന്നു. സമരം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ദേശീയതയുടെ ഉദയത്തിന് കാരണമായ പ്രധാനപ്പെട്ട സമരമാണ് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അപ്പോ അതോർക്കുക, അതിന്റെ പ്രതീകം താമരയും ചപ്പാത്തിയുമാണ്. അപ്പൊ മീററ്റ് മെയ് 10, എൻഫീൽഡ് 53 തോക്ക്, ചിഹ്നം താമര ചപ്പാത്തി, ശിപായി ലഹള, അസംഗർ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യക്കാരതിനെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചു. ഈ പ്രധാന വസ്തുക്കൾ ഓർത്തിരിക്കണം. നമുക്ക് അടുത്ത സെഷനിലേക്ക് കാണാം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. റെഡിയാണല്ലോ? അതിന്റെ അടുത്ത സെഷൻ, അടുത്ത ഭാഗം വരുന്നത് വളരെ ബ്രിട്ടീഷ് നേതൃത്വവും മംഗൾ പാണ്ഡെയുമാണ്. എന്താണ് ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മംഗൾ പാണ്ഡെയുടെ പ്രത്യേകത? 1857 മെയ് 10 ആരംഭിച്ച ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയത് ഒരാളുടെ രക്തസാക്ഷിത്വമാണ്. അത് ഏപ്രിൽ 8 തീയതിയാണ്. അത് മംഗൾ പാണ്ഡെയുടെ രക്തസാക്ഷിത്വമാണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവത്തിലെ ഒന്നാം രക്തസാക്ഷി, ആദ്യ രക്തസാക്ഷി അതാണ്. അവിടെ നിന്ന് 3 പ്രധാന ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. 1857 വിപ്ലവത്തിന്റെ സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ എന്നുള്ളതിൽ നിന്ന് ഒരു ചോദ്യവും വന്നിട്ടുണ്ട്. അങ്ങനെ 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു അന്നത്തെ ഗവർണർ ജനറൽ. അന്നത്തെ ഗവർണർ ജനറൽ ആരാണ്? കാനിങ് പ്രഭുവാണ്. ഇപ്പൊ കാനിങ് പ്രഭുവിനെ ഓർക്കുമ്പോൾ നമ്മൾ കുറച്ച് പിറകോട്ട് പോകാം. കാരണം കാനിങ് പ്രഭുവുമായി ബന്ധപ്പെട്ട് വേറെ 2 ചോദ്യങ്ങൾ വരാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭുവാണ്, അല്ലെ? 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ എന്താണ്? ഗവർണർ ജനറൽ ആണ്. എന്നാൽ കാനിങ് പ്രഭുവിനെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രിട്ടീഷ് ഭരണം ആരംഭിക്കുന്നത് ബംഗാളിലാണ്. ബംഗാളിൽ 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ 1757 പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട യുദ്ധമാണ്. എന്നാൽ 57നോട് 7 കൂട്ടിയാൽ നമുക്ക് 1764 എന്നുള്ളൊരു വർഷം കിട്ടും. ആ വർഷത്തിൽ നടന്ന ഒരു യുദ്ധമാണ് ബക്സർ യുദ്ധം. പ്ലാസിയിൽ ബംഗാൾ പോന്നു. ബക്സറോടുകൂടി ബീഹാറും ഒറീസയും ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലേക്ക് വരികയാണ്. ഇപ്പൊ 2 യുദ്ധങ്ങളുടെയും പേരോർക്കുക. പ്ലാസി ഭരണത്തിന് ബ്രിട്ടീഷ് രാജിന് തുടക്കമിട്ട യുദ്ധം, ബക്സർ അടിത്തറയിട്ട യുദ്ധം ബ്രിട്ടീഷ് രാജിന്. പ്ലാസിയിൽ ബംഗാൾ പോരുന്നു.
ബക്സറോടുകൂടി ബീഹാറും ഒറീസയും ബംഗാളും ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുന്നു. ഏതൊക്കെയാ കയ്യിലാവുന്നത്? ബീഹാർ, ഒറീസ, ബംഗാൾ. ഇതിലധിക പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുന്നു. ഒരു ചെറിയ ഭരണസ്ഥലമാകുന്നു, വിപുലമായൊരു ഭരണസ്ഥലം എന്ന് തന്നെ പറയാം. അതോടുകൂടി അതുവരെ കമ്പനിയായിരുന്ന ഒന്ന് ഭരണത്തിലേക്ക് കയറുകയാണ്. അതോടുകൂടി ആ ബംഗാളിൽ ഒരു പുതിയ പോസ്റ്റ് വരുന്നുണ്ട്, അതാണ് ബംഗാൾ ഗവർണർ. ആ ബംഗാൾ ഗവർണർ പദവി ആർക്കായിരിക്കും? തീർച്ചയായും റോബർട്ട് ക്ലൈവിനായിരിക്കും. പ്ലാസി യുദ്ധത്തിൽ ജയിച്ചത് അദ്ദേഹമാണ്, ഭരണത്തിന് തുടക്കമിട്ടതാണ്. അപ്പൊ ബംഗാൾ ഗവർണർ ആകുന്നു അതോടുകൂടി ആര്? റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ബംഗാൾ ഗവർണർ ആകുന്നു. പക്ഷെ അപ്പോഴേക്കും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് എന്തുണ്ടാവുകയാണ്? ചില വിജയങ്ങൾ കിട്ടുന്നുണ്ട്, അവിടെയൊക്കെ അധികാര താല്പര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ മദ്രാസിലും ബോംബെയിലും ഒക്കെ തന്നെ പ്രവിശ്യകൾ മെല്ലെ രൂപം കൊള്ളുന്നു. അതിനൊക്കെ ചുമതലയുള്ള ചില ഗവർണർമാരുണ്ട്. ആ ഗവർണർമാരുടെ ഒക്കെ മുകളിൽ ആര് വരുന്നു? ബംഗാൾ ഗവർണർ വരുന്നു. അപ്പോ അതിന് പേര് ബംഗാൾ ഗവർണർ ജനറൽ എന്നായി മാറുന്നു. എന്നാൽ 1833 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ബഹുഭൂരിഭാഗത്തേക്കും ബ്രിട്ടീഷുകാർ പരക്കുകയാണ്. അതോടുകൂടി അത് ബംഗാളിന്റെ ഗവർണർ ജനറൽ എന്നുള്ള പദവിയിൽ നിന്ന് ആ പദവി ഇന്ത്യൻ ഗവർണർ ജനറൽ എന്നായി മാറുന്നു. എന്നാൽ 1857 നടന്ന വിപ്ലവം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള തോന്നലുണ്ടാക്കുകയും 100 വർഷക്കാലമായി കമ്പനിയുടെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ഭരണം പാർലമെന്റ് ഏറ്റെടുക്കുകയും ബ്രിട്ടന്റെ ഭരണത്തലവനായ വിക്ടോറിയ രാജ്ഞിയുടെ പേരിൽ ഒരു പ്രതിനിധിയായി മാറുകയാണ് ഗവർണർ ജനറൽ. ആ പദവിയോടുകൂടി 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ആ പദവി 1858 വൈസ്രോയി അഥവാ ക്രൗണിന്റെ പ്രതിനിധി, ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ വൈസ്രോയി ആയി മാറുന്നു. 1857 ആ വിപ്ലവം നടക്കുന്നത്. 1858 എന്ത് നടക്കുന്ന ഈ പ്രൊക്ലമേഷൻ, വൈസ്രോയിയായി രാജ്ഞിയുടെ പ്രതിനിധിയായിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നത്. ഇത് മൂന്നും പരീക്ഷയ്ക്ക് വരാറുണ്ട്. എന്നാണ് വൈസ്രോയി പദവി വരുന്നത്? 1858. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ്. നോക്കുക, ആ കാനിങ് തന്നെയാണ്, ഈ കാനിങ് പ്രഭു തന്നെയാണ് അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയും. അതായത് ലാസ്റ്റ് ഗവർണർ ജനറൽ ആയിരുന്നത് ആരായിരുന്നു? കാനിങ് ആണ്. 1857 സമരത്തിന്റെ സമയത്തും ആരാണ് ഗവർണർ ജനറൽ? കാനിങ് ആണ്. 1858 ഈ പോസ്റ്റ് മാറുമ്പോൾ വൈസ്രോയി ആയി മാറി. അപ്പോഴും വൈസ്രോയി ആയത് ആരെന്നെയാണ്? കാനിങ് ആണ്. കാനിങ് മാറിയില്ല, ഗവർണർ ജനറലിൽ നിന്ന് വൈസ്രോയി ആയി. അപ്പൊ അവസാനത്തെ ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? അത് കാനിങ് ആണ്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും ആരെന്നെയാണ്? അതും കാനിങ് ആണ്. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഗവർണർ ജനറലും ആരെന്നെയാണ്? കാനിങ് ആണ്. മൂന്നും ഒറ്റയടിക്ക് നമുക്ക് പഠിച്ചു വെക്കാം, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം. അപ്പോ നമ്മൾ ഓർക്കേണ്ടത്, കാനിങ് പ്രഭുവെ ഓർക്കുമ്പോൾ ഈ ഒരു പൊസിഷൻസ് ഓർത്താൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഒന്ന്, 1857 സമയത്തെ ഗവർണർ ജനറൽ ആണ്. രണ്ട്, അവസാനത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആണ്. മൂന്നാമത്തേത് ആദ്യത്തെ വൈസ്രോയിയുമാണ്. ആദ്യത്തെ വൈസ്രോയി. ഇത്രയും നമുക്ക് ഓർത്തു വെക്കാൻ അവിടെ എളുപ്പമായിട്ട് ആദ്യത്തെ വൈസ്രോയിയുമാണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വന്നൊരു ചോദ്യം കണ്ടല്ലോ. എന്താണ് ആ ചോദ്യം? ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? അത് കാനിങ് പ്രഭുവാണ്. 1857 വിപ്ലവകാലത്തെ ഗവർണർ ജനറലാണ്. വിപ്ലവത്തെ അടിച്ചമർത്തിയത് ഈ ഗവർണർ ജനറലാണ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കുകയും ചെയ്തു. 1858 ഓഗസ്റ്റ് 2 മുതൽ ആദ്യത്തെ വൈസ്രോയി ആയി മാറി. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും ഓർക്കുക. അപ്പൊ കാനിങ് പ്രഭുവാണ് വിപ്ലവത്തിന്റെ സമയത്തെ പ്രധാനമന്ത്രി എങ്കിൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടൻ പാസ്സാക്കുമ്പോൾ ആരായിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി? അത് പ്രധാനമന്ത്രി പാമേഴ്സ്റ്റൺ പ്രഭുവാണ്. ആരാണ് രാജ്ഞി? ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ്. ചോദിക്കാറുണ്ട്.
അവിടുത്തെ സൈനിക നേതൃത്വം ജോർജ് ആൻസൺ ആണ്. പ്രധാന സൈനിക പ്രവർത്തനങ്ങൾ എന്താ? ഡൽഹി പിന്നീട് പിടിച്ചെടുക്കാൻ സഹായിച്ചത്, കലാപകാരികൾ ഡൽഹി പിടിച്ചടക്കി ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയാക്കുന്നുണ്ടല്ലോ, സഹായിച്ചത് നിക്കോൾസൺ ആണ്. നിക്കോൾസന് ശേഷം വില്യം ഹോഡ്സൺ എത്തുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കണം? അതിൻ്റെ ബ്രിട്ടീഷ് ഭാഗത്ത് ഓർക്കണം. ബ്രിട്ടീഷ് ഭാഗത്ത് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കാനിങ്ങിനെ ഓർക്കണം. ആദ്യത്തെ ഗവർണർ ജനറൽ ആണ്. അപ്പോൾ 1857 സമയത്ത് ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് കാനിങ് പ്രഭുവാണ്. ആരായിരുന്നു പ്രധാനമന്ത്രി ബ്രിട്ടനിലെ എന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് പ്രധാനമന്ത്രി ഇല്ല കേട്ടോ, ബ്രിട്ടനാണ് പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി പാമേഴ്സ്റ്റൺ ആണ്. അദ്ദേഹത്തിന്റെ പേര് പാമേഴ്സ്റ്റൺ. അതുപോലെ തന്നെ രാജ്ഞി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വിക്ടോറിയ രാജ്ഞിയാണ്. ഓർക്കണം. ഇനി നമുക്ക് മംഗൾ പാണ്ഡെയിലേക്ക് തിരിച്ചു വരാം. മംഗൾ പാണ്ഡെ, ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മംഗൾ പാണ്ഡെ അപ്പോ എന്നാ തൂക്കിലേറ്റപ്പെടുന്നത്? ഏപ്രിൽ 8 മംഗൾ പാണ്ഡെ തൂക്കിലേറ്റപ്പെടുന്നത്. 1857 മെയ് 10 കലാപം ആരംഭിച്ചു എന്നുള്ളത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഏപ്രിൽ 8 അദ്ദേഹം തൂക്കിലേറ്റപ്പെടുന്നത്. ആദ്യത്തെ രക്തസാക്ഷി ചോദ്യം വന്നിട്ടുണ്ട്, മംഗൾ പാണ്ഡെ. അതുപോലെ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആൾ, ആദ്യത്തെ രക്തസാക്ഷിയും ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആളും ആര് തന്നെയാണ്? മംഗൾ പാണ്ഡെയാണ്. ഇപ്പൊ മംഗൾ പാണ്ഡെ എവിടെയാണ് പ്രതിഷേധം ഉയർത്തിയത്? അദ്ദേഹം 34 ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട ഇൻഫൻട്രിയിലെ അംഗമായിരുന്നു. ഈ കൊഴുപ്പ് പുരട്ടിയ തിര ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് വിസമ്മതിച്ചു. വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തെ നിർബന്ധിച്ചു. അപ്പോൾ പ്രകോപനം കൊണ്ട് അദ്ദേഹം 2 ബ്രിട്ടീഷുകാർക്കെതിരെ വെടിയുതിർത്തു എന്നാണ് കഥ. ആ വെടിയുതിർത്തതിൽ ഒരാളെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയും ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുകയും ചെയ്തു. ആ മംഗൾ പാണ്ഡെ ഉയർത്തിവിട്ട കലാപമാണ് പിന്നീട് മെയ് 10 അത് മീററ്റിൽ കലാപമായി മാറുന്നത്. മീററ്റിൽ കലാപമായി മാറുന്നു. 1857 മെയ് 21 മറ്റൊരാൾ കൂടി വധിക്കപ്പെടുന്നുണ്ട്. അതും കൂടി ഓർക്കണം. ഈശ്വരി പ്രസാദ്, ജമേദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന പേരിലാണ്. സോ ഓർക്കേണ്ടത് എന്തെല്ലാമാണ്? ഓർക്കേണ്ടത് 34 ബംഗാൾ തദ്ദേശീയ കാലാൾപ്പടയിലെ അംഗമായിരുന്നു മംഗൾ പാണ്ഡെ. അവിടെ വെച്ചാണ് അദ്ദേഹം സഹസൈനികരോടുകൂടി കലാപം ആരംഭിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ പേരിൽ ബ്രിട്ടീഷുകാരെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തെ 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റുന്നു. ഏപ്രിൽ 8 മെയ് 10 മീററ്റിൽ കലാപം ആരംഭിക്കുന്നു. മറ്റത് ബംഗാളിലാണ്, ഇത് ഉത്തർപ്രദേശിൽ, ബീഹാറിലാണ്, മീററ്റിലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കാൻ സഹായിച്ചില്ല എന്നുള്ള പേരിൽ ജമാദേർ ഈശ്വരി പ്രസാദിനെ എന്ത് ചെയ്യുന്നു? വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഇത് ഓർത്തിരിക്കണം. ഈ ഡേറ്റുകളും ഓർത്തിരിക്കണം. അവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മംഗൾ പാണ്ഡെയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന ഡേറ്റ് ഏപ്രിൽ 8 മംഗൾ പാണ്ഡെ തൂക്കിലേറ്റപ്പെടുന്നു. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റപ്പെടുന്നു വിചാരണയ്ക്ക് വിധേയനാക്കിയിട്ട്. മറ്റൊരു ഡേറ്റ് മെയ് 10 നമ്മൾ നേരത്തെ പഠിച്ചു, മീററ്റിൽ ആരംഭം, വിപ്ലവത്തിന്റെ മീററ്റിൽ സ്റ്റാർട്ടിങ്. മറ്റൊന്ന് മെയ് 21 അത് ഈശ്വരി പ്രസാദിനെ, ജമേദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റിയ ദിവസമാണ്. സോ ഈ 3 കൊല്ലങ്ങൾ നിങ്ങൾ 3 ഡേറ്റുകൾ വൃത്തിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതെല്ലാമാണ് 3 ഡേറ്റുകൾ? ഈ 3 ഡേറ്റുകൾ നിങ്ങൾ വൃത്തിയിൽ പഠിച്ചു വെക്കണം. ഒന്നുകൂടി ഉറപ്പിക്കുക. ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത്. മെയ് 10 മീററ്റിൽ കലാപം ആരംഭിക്കുന്നു. മെയ് 21 ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റുന്നു. മംഗൾ പാണ്ഡെ ഏത് കാലാൾപ്പടയിലായിരുന്നു? മംഗൾ പാണ്ഡെ ബംഗാളിലെ കാലാൾപ്പടയിലായിരുന്നു. ബംഗാളിലെ തദ്ദേശീയ കാലാൾപ്പടയിൽ അംഗമായിരുന്നു അദ്ദേഹം. തദ്ദേശീയ ഇൻഫൻട്രിയിൽ, തദ്ദേശീയ കാലാൾപ്പടയിൽ അംഗമായിരുന്നു മംഗൾ പാണ്ഡെ. ഏതാണ് അദ്ദേഹത്തിന്റെ ഇൻഫൻട്രി നമ്പർ? 34. നമുക്കറിയാം എൻഫീൽഡ് 53 തോക്കാണ് ഈ കുഴപ്പമുണ്ടാക്കിയ തോക്ക്. ആ 53നെ തിരിച്ചിട്ടാൽ 35 ആണ്. ആ 35ൽ നിന്ന് 1 കുറച്ചാൽ
34 കണ്ടോ? എൻഫീൽഡ് 53 തോക്ക്, അത് തിരിച്ചിട്ട 35, 35 ഒന്ന് കുറച്ചാൽ 34 എന്നുള്ള തോക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ പഠിച്ചതിലൂടെ വളരെ പെട്ടെന്ന് കടന്നു പോകാം. 1757 പ്ലാസി യുദ്ധം അത് കഴിഞ്ഞു. 100 വർഷം കഴിയുമ്പോൾ 1857 മെയ് 10 കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് മീററ്റിൽ, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിന്റെ ചിഹ്നം താമരയും ചപ്പാത്തിയുമാണ്. ആ അടിയന്തര കാരണം എന്താണ്? എൻഫീൽഡ് P53 തോക്കിൽ അതിൽ എന്തുപയോഗിക്കുന്നു? കൊഴുപ്പും ഉപയോഗിച്ചിട്ടുണ്ട്, പന്നിയുടെയും പശുവിന്റെയും. അതുപോലെ തന്നെ ചപ്പാത്തിയിൽ എല്ലുപൊടി ചേർത്തിട്ടുണ്ട്. വിശേഷണം കൊടുത്തത് എന്താ? ബ്രിട്ടീഷുകാർ ചിപ്പായി ലഹള എന്ന് വിളിച്ചു, ചെകുത്താന്റെ കാറ്റ് ഡെവിൾസ് വിൻഡ് എന്ന് വിളിച്ചു, ഇന്ത്യക്കാർ എന്ത് വിളിച്ചു? അതിനെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആദ്യം വിളിച്ചത് VD സവർക്കർ, കാറൽ മാർക്സും അതിനെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചിട്ടുണ്ട്. വിപ്ലവകാരികൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയും അവിടെ എത്തിയവർ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഷഹൻഷായി ഹിന്ദുസ്ഥാൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ്. വിപ്ലവം പരാജയപ്പെടുന്നു. അദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാട് കടത്തുന്നുണ്ട്. ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാമായിരുന്നു? ഭക്തഖാനും അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമനുമാണ്. മറ്റൊന്ന് കാനിങ് പ്രഭുവിനെ കുറിച്ചാണ് നിങ്ങൾ ഓർക്കേണ്ടത്. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗവർണർ ജനറൽ ആയിരുന്നത് കാനിങ് പ്രഭുവാണ്. 1857 കാനിങ് പ്രഭുവാണ് ആദ്യത്തെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും ആര് തന്നെയാണ്? കാനിങ് പ്രഭു തന്നെയാണ്. 1857 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്നത് ഗവർണർ ജനറൽ കാനിങ് പ്രഭു, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാമേഴ്സ്റ്റൺ, രാജ്ഞി വിക്ടോറിയ രാജ്ഞി. ഏപ്രിൽ 8, മെയ് 10, മെയ് 21 എല്ലാം തന്നെ 1857 ആണ്. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുന്നു. മെയ് 10 മീററ്റിൽ കലാപം ആരംഭിക്കുന്നു. മെയ് 21 ആരാണ്? ഈശ്വരി പ്രസാദ്, ജമേദാർ ഈശ്വരി പ്രസാദ്. അദ്ദേഹത്തെ മംഗൾ പാണ്ഡെയെ സഹായിച്ചില്ല എന്നുള്ള കാരണത്താൽ തൂക്കിലേറ്റുന്നു. മംഗൾ പാണ്ഡെ കാലാൾപ്പടയിൽ ഉണ്ടായിരുന്നത് ബംഗാൾ തദ്ദേശീയ കാലാൾപ്പടയിലാണ്. അതിന്റെ നമ്പർ 34 എങ്ങനെ ഓർക്കാം? 53 ആണ് എൻഫീൽഡ് തോക്ക് എന്ന് പറയുന്നത്. അത് തലതിരിച്ചിട്ടാൽ 35 അതിൽ നിന്നൊന്ന് കുറച്ചാൽ 34. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പൊ ഈ ഭാഗം നമ്മൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇനി എന്താണ്? പ്രാദേശിക നേതാക്കന്മാർ. ഞാൻ പറഞ്ഞു വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് മറ്റേ എന്തുണ്ടായിരുന്നു? വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ വ്യാപിച്ച പ്രാദേശിക നേതാക്കന്മാരെ ചോദിക്കാറുണ്ട്. വ്യാപിച്ചപ്പോ ആരെല്ലാമായിരുന്നു പ്രാദേശിക നേതാക്കന്മാർ? ഇതിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് വന്നത്. ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക് ഇതാണ്. ഇതിൽ തന്നെ ഓരോ ചെറിയ ഭാഗത്തും വന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ചെറിയ ഭാഗം നമ്മളാ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. എത്ര കുറഞ്ഞ പോയിന്റേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ പ്രധാന പ്രാദേശിക നേതൃത്വം എന്തായിരുന്നു? ഡൽഹിയിൽ നമ്മൾ പഠിച്ചു ബഹദൂർ ഷായും ജനറൽ ഭക്ത്ഖാനുമായിരുന്നു. ഝാൻസിയിൽ നമ്മൾ എപ്പോഴും ഓർക്കണല്ലോ ഝാൻസി റാണി ഭായി, ഝാൻസി റാണി ലക്ഷ്മി ഭായി എന്നാണ്. യഥാർത്ഥത്തിൽ അവരുടെ പേര് മണികർണിക എന്നാണ്. കാൺപൂരിൽ അല്ലെ, ഇതാണ് ഇനി ഓർക്കേണ്ടത്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയതുമാണ്. ഓക്കെ, അപ്പോ ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ ആരാണ്? താന്തോന്നിയാണ്. ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ താന്തോന്നിയാണ്. ആര്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. താന്തോന്നി എന്നുള്ളതില് താന്തിയ തോപ്പി, ന്തോന്നി എന്നുള്ളതിന് നാനാ സാഹിബ്. ലക്നൌവിലോ ബീഗം ഹസ്രത് മഹൽ. പക്ഷേ ഇന്ത്യക്ക് ലക്കായിട്ട് എന്തുണ്ട്? ബീഗം ഹസ്രത് മഹൽ ഉണ്ട്. ബീഹാറിൽ കൻവർ സിംഗ്. അപ്പോ നാനാ സാഹിബിനെ ഓർക്കണം, അത് കാൺപൂരിലാണ്. പക്ഷെ കാൺപൂരിലല്ല കൻവർ സിംഗ് ബീഹാറിലെ ആംറയിലാണ്. ബീഹാറിലെ ആംറയിൽ ആരാണ്? കൻവർ സിംഗ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. അപ്പൊ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, അതുപോലെ തന്നെ ബീഹാറിൽ കൻവർ സിംഗ്, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ ഝാൻസി റാണിഭായി, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത്ഖാനും. 2020 മുതൽ 2025 വരെ PSC ചോദിച്ചത് ഈ നേതൃത്വമാണ് പഴയ SCERT ബുക്കിൽ കൊടുത്തിട്ടുള്ള ലിസ്റ്റിലുമുള്ളത്. നമ്മൾ ഇവിടേക്ക് ഒതുക്കുകയാണ് നമ്മുടെ പഠനം. കൂടുതൽ ഞാൻ പറയുന്നില്ല. വന്ന സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ്, പരത്തി പഠിപ്പിക്കുന്നില്ല എന്നർത്ഥം.
അപ്പൊ ആരെല്ലാമാണ് കലാപകാരികൾ ഓർത്തിരിക്കണം. കലാപകാരികളെ ഞാൻ കാണിച്ചെന്നില്ല അല്ലേ, കാണിക്കാതെ എങ്ങനെ പറ്റുക? ഓക്കെ, കണ്ടോളൂ കലാപകാരികൾ ആരെല്ലാമാണ് എന്നുള്ളത്. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഞാനിത് സ്ക്രീൻ മാറ്റാൻ മറന്നു. ബഹദൂർ ഷാ രണ്ടാമൻ. ജനറൽ ഭക്ത് ഖാൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഝാൻസിയിൽ ഝാൻസി റാണി ലക്ഷ്മിബായി. കാൺപൂരിലോ ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ താന്തോന്നി, താന്തിയ തോപ്പിയും താന്തോന്നിയിൽ നാനാ സാഹിബും. ഇന്ത്യക്കിടെ ലക്ക് ബീഗം ഹസ്രത് മഹൽ, അങ്ങനത്തെ ധീരരായ വനിതകൾ. ബീഹാറിൽ കാൺപൂരിലല്ല കൺവർ സിംഗ്, ബീഹാറിലെ ആമ്രയിലാണ് കൺവർ സിംഗ് എന്നോർക്കുക. കാൺപൂരിൽ താന്തിയ തോപ്പിയും നാനാ സാഹിബുമാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. സോ ആരെല്ലാമാണ് ഈ വിപ്ലവത്തിന് വിപ്ലവത്തിന് വിവിധ പ്രദേശങ്ങളിൽ നേതൃത്വം നൽകിയത്? 10 ചോദ്യങ്ങളാണ് വന്നത് എന്ന് പഠിച്ചു. ഒന്നാമത്തേത് ഫൈസാബാദ് നമ്മൾ ഓർക്കുക. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഝാൻസിയിൽ ലക്ഷ്മിബായി. കാൺപൂരിൽ കൻവർ സിംഗ് അല്ല. പിന്നെ ആരാ കാൺപൂരിൽ? കൻവർ സിംഗ് അല്ല. ആരാണ്? കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഓക്കെ, അപ്പോ കൻവർ സിംഗ് എവിടെയാണ്? കൻവർ സിംഗ് ബീഹാറിലെ ആമ്രയിൽ. അപ്പൊ ലക്കാരാണ്? ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ. ഇനി എവിടെയാ? ഒരു സ്ഥലം കൂടി നമ്മൾ ഓർത്താ മതി, ഡൽഹിയിൽ. അത് നമ്മൾ നേരത്തെ പഠിച്ചു. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനും അദ്ദേഹത്തിന്റെ ജനറൽ ആയിരുന്ന ജനറൽ ഭക്ത് ഖാനും. അപ്പോ ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ. കൻവർ സിംഗ് കാൺപൂരിലല്ല, ബീഹാറിലെ ആമ്രയിൽ. അതേസമയം കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഝാൻസിയിൽ ലക്ഷ്മിബായി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഇങ്ങനെയാണ് കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമാണിമാർ അന്നത്തെ കാലത്തെ. അപ്പോ അത് ഓക്കെ ആകുണ്ടല്ലോ? യെസ്. ഇനി അതിലെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളായിരുന്നു ഈ 10 ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? അത് ബഹദൂർ ഷാ 1 അല്ല, ബഹദൂർ ഷാ 2. ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ ഓർത്തിരിക്കണം അദ്ദേഹത്തിന് വിപ്ലവകാരികൾ നൽകിയ പേര്. ചുവടക്കടത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ. നാനാ സാഹിബും താന്തിയ തോപ്പിയും നമുക്കറിയാം കാൺപൂരിൽ നേതൃത്വം നൽകി. ഭക്തഖാനും ബഹദൂർ ഷാ രണ്ടാമനും എവിടെ നേതൃത്വം നൽകി? അവർ ഡൽഹിയിൽ നേതൃത്വം നൽകി. കൻവർ സിംഗ് എന്ന് പറയുന്നത് ബീഹാറിലെ ആമ്രയിൽ. എന്നാൽ സിദ്ധുവും കാനുവും അത് സന്താൽ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. 1854-56 കാലഘട്ടങ്ങളിൽ നടക്കുന്ന സന്താൽ കലാപവുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ രാജ്മഹൽ കുന്നുകൾക്ക് താഴെയുള്ള ആദിവാസികൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ 10,000-ലധികം പേർ കൊല്ലപ്പെട്ട അതിതീവ്രമായ ഒരു സമരമാണ് സന്താൽ കലാപം. സിദ്ധു മുർമു, കാനു മുർമു എന്നിവരാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവരുടെ പേരിൽ ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് അടിച്ചിറക്കിയിട്ടുണ്ട്. മാത്രമല്ല ആ സന്താൽ വർഗത്തിൽപ്പെട്ട രാഷ്ട്രപതിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, ദ്രൗപദി മുർമുവിന്റെ മറ്റൊരു പ്രത്യേകത, സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി സ്ഥാനം വഹിച്ചവരിൽ സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ഏക വ്യക്തിയാണ് ദ്രൗപദി മുർമു. ഗോത്രവർഗക്കാരിയായ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ്. ആദ്യത്തേത് പ്രതിഭ പാട്ടീലാണ്. അതുകൂടി നിങ്ങൾ അതിൻ്റെ ഒപ്പം ഒന്ന് ഓർത്തിരിക്കുക. 1857 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം? കണ്ടോ, 1957 1-ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായിയാണ്. അല്ല, ഝാൻസിയിലാണ് റാണി ലക്ഷ്മിബായി. ബീഹാറിലെ ആമ്രയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷായെയാണ്. അല്ലെ, തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ്. ഇവിടെ ചോദ്യത്തിലെ തെറ്റ് 1ഉം 2ഉമാണ്. ബീഹാറിലെ ആമ്രയിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? കൻവർ സിംഗ് ആണ്.
ഇവിടെ ഡൽഹിയിൽ ആരായിരുന്നു? ജനറൽ ബക്ത് ഖാനും അതുപോലെ തന്നെ ആരുമായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു. അതേസമയം കാൺപൂരിൽ സമരം നയിച്ചത് കറക്റ്റാണ്, അത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് അവിടെ തെറ്റ്. 1857 ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഡൽഹി ബീഗം ഹസ്രത് മഹൽ കറക്റ്റാണ് ആണോ? അല്ല, തെറ്റാണ്. ഝാൻസി റാണി ലക്ഷ്മിബായി അത് കറക്റ്റാണ്. കാൺപൂർ നാനാ സാഹിബ് അതും കറക്റ്റാണ്. കാൺപൂരിൽ നാനാ സാഹിബാണ്, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. പക്ഷെ ഡൽഹിയിലല്ല, ലക്നൌവിലായിരുന്നു ബീഗം ഹസ്രത് മഹൽ. അവിടെ 1 തെറ്റാണ്. അതുകൊണ്ട് 2ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ബി 2ഉം 3ഉമാണ്. 1857 കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? നാനാ സാഹിബ്. നാനാ സാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരാണ്. നാനാ സാഹിബും താന്തിയ തോപ്പിയും. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആര്? കാൺപൂരിൽ നയിച്ചത് ആരാണ്? അത് നമുക്കറിയാം, നാനാ സാഹിബാണ്. പ്രദേശവും നേതാക്കളും മാച്ച് ചെയ്യുക. ഇവിടെ റാണി ലക്ഷ്മിബായിക്ക് ഝാൻസിയാണ്, 1 സി ആണ്. അതുപോലെ തന്നെ നാനാ സാഹിബ് നയിക്കുന്നത് കാൺപൂരിലാണ്, 2 ഡി ആണ്. കൻവർ സിംഗ് ആംറയിലാണ്, ബീഹാറിലെ. ബഹദൂർ ഷാ സഫർ ഡൽഹിയിലാണ്. ബഹദൂർ ഷാ സഫർ എന്നും അദ്ദേഹത്തെ വിളിക്കും. ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? അത് ബീഗം ഹസ്രത് മഹലാണ്. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആര്? അതാരാണ്? ജനറൽ ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. അതുകൊണ്ട് ഇവിടെ 3ാമത്തേതാണ് ഉത്തരം. ഉത്തരം ഏതാണ്? ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തതിൽ അല്ല, 3ഉം 4ഉം 2ഉം ഉണ്ട്. ജനറൽ ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. അതുകൊണ്ട് ഇവിടെ ഉത്തരം ഏത് വരും? 3ഉം 4ഉം വരും. സി ആണ്, ബി ആണ് ഉത്തരം, 3ഉം 4ഉം. അപ്പോൾ ഇതാണ് കലാപത്തിലെ പ്രധാന നേതാക്കൾ. ഇനി നമുക്ക് ചെറിയ 3 ഭാഗങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ഭാഗം കഴിഞ്ഞു. അതിലത്തെ ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ചെറിയ 3 ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി ഝാൻസി റാണിയെ കുറിച്ച് ഒന്ന് ചെറുത് വിശദമായി പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 1857 വിപ്ലവത്തിന്റെ വീരയോദ്ധാവ് ആരാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അത് ഝാൻസി റാണിയാണ്. 1857 വിപ്ലവത്തിന്റെ വീരയോദ്ധാവ്. 58 അവർ കൊല്ലപ്പെടുന്നത്. 54 അവര് ആരംഭിക്കുന്നു. 54 ഝാൻസി കൈയടക്കുന്നത്. ബ്രിട്ടീഷുകാർ ദത്താവകാശ നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, 2 നിയമങ്ങൾ വല്ലാതെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ പ്രകോപിപ്പിച്ചിരുന്നു. ഇന്ത്യയിലെ പരമ്പരാഗത ഹിന്ദുക്കളെയും പ്രകോപിപ്പിച്ചിരുന്നു. ഒന്ന് 1848 പാസ്സായ ദത്താവകാശ നിരോധന നിയമം. നമുക്ക് ഇത് കഴിഞ്ഞാൽ പഠിക്കാം, ചെറുതായിട്ടേ പഠിക്കാനുള്ളൂ. മറ്റൊന്ന് 1856 നടന്ന ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഈ 2 നിയമങ്ങൾ ഇതിൻ്റെ ദീർഘകാലമായി ആളുകളെ പ്രകോപിച്ച ഒന്നാണ്. ഏതെല്ലാമാണത്? ഒന്ന്, പെട്ടെന്നുണ്ടായ കാരണമാണ് ഈ P53 തോക്ക്, എൻഫീൽഡ് തോക്കുമായി ബന്ധപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ ചപ്പാത്തിയിലെ എല്ലുപിടി. ദീർഘകാലത്തേത് 1848 ദത്താവകാശ നിരോധന നിയമം. 2 നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ദത്താവകാശം. അതുപോലെ തന്നെ 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഇതിന്റെ കാരണമായിട്ടല്ല, ഇത് വർഷങ്ങൾ ചോദിക്കാറുണ്ട് സാധാരണയായിട്ട് PSCക്ക്. ഇതിന് പ്രയത്നം നടത്തിയ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇത് സാധാരണയായിട്ട് ഒന്ന് ഓർത്തു വെക്കുക. 48 8 കൂട്ടിയാൽ 56. 1747 7 കൂട്ടി 1754 ഉണ്ടാക്കിയില്ലേ? ഇവിടെ 48 8 കൂട്ടി 1856 കൂടി കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക. എപ്പോഴും കണക്ട് ചെയ്ത് ഇങ്ങനെ ഓർത്തു വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിൽക്കും. തിരിച്ചു പോകാം. അപ്പൊ അവിടെ നമുക്ക് ഓർക്കേണ്ടത് 1858 കലാപം. 1858 കലാപവുമായി ബന്ധപ്പെട്ട് ഒരു പരീക്ഷാ ചോദ്യമാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പായിട്ട് അവരുടെ കുതിരയെ ചോദിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷമാണ് ചോദിച്ചത്. 1848 ഝാൻസി റാണി 1858 ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നത്. 1858 ജൂൺ 18 ജൂൺ 18 ഝാൻസി റാണി വീരമൃത്യു വരിച്ച സ്ഥലം ഗോളിയോറിലെ കോട്ട കി സെറായി ആണ്. കോട്ട കി സെറായി, ഗോളിയോർ, കോട്ട കി സെറായി. അപ്പോ അവര് വീരമൃത്യു വരിച്ചത് എന്നാണ്? അവര് വീരമൃത്യു വരിച്ചത് 1858
1858 ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നത്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858. 1858 അവര് എവിടെയാണ്? കോട്ടാക്കി സറായിയിലാണ് അവര് എന്ത് ചെയ്യുന്നത്? വീരമൃത്യു വരിക്കുന്നത്. 1858 ജൂൺ 18 അവർ വീരമൃത്യു വരിക്കുന്നത്. എവിടെയാണ്? കോട്ടാക്കി സറായിയിലാണ് വീരമൃത്യു വരിക്കുന്നത്. കൊല്ലം ഓർക്കുക 1858. അതുപോലെ തന്നെ നിങ്ങൾ കോട്ടാക്കി സറായി ഓർക്കുക. ഝാൻസി റാണിയുടെ ചില അടിസ്ഥാന വിവരങ്ങൾ ഓർക്കണം. അവർക്ക് മനുഭായ്, മണികർണിക എന്ന 2 പേരുണ്ടായിരുന്നു. അവർക്ക് മണികർണിക എന്നുള്ള ഒരു പേര് കൂടി ഉണ്ടായിരുന്നു. മനുഭായ് എന്നും മണികർണിക എന്നുള്ള ഒരു പേരും ഉണ്ടായിരുന്നു. ദത്താവകാശ നിരോധന നിയമപ്രകാരം അവരുടെ രാജ്യം കൈയടക്കിയ പ്രതിഷേധം അവർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്നു. ഝാൻസി ബ്രിട്ടീഷുകാർ കൈയടക്കുന്നത് ദത്താവകാശ നിരോധന നിയമപ്രകാരം 1854 ഝാൻസി റാണിയുടെ പോരാട്ട ജീവിതത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ സൈനിക എതിരാളികൾ അവരെ കുറിച്ച് പറഞ്ഞത് എന്താ? ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥൻ ഹ്യൂറോയി പറഞ്ഞത് ഈ വിപ്ലവത്തിലെ ധീരനായ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ ഹ്യൂഗ്രോസ് പറഞ്ഞത്. അപ്പൊ അത് അവരുടെ കുതിരയുടെ പേരെന്ന് ഓർത്തു വെക്കുക. ബാദൽ എന്ന കുതിരയായിരുന്നു യുദ്ധത്തിൽ പങ്കെടുത്ത കുതിര. അത് ചോദിക്കാറുണ്ട്. അപ്പൊ ഝാൻസി റാണിയെ കുറിച്ച് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവെന്നും കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷനെന്നും വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. അവരാണ് ഝാൻസി റാണിയെ പരാജയപ്പെടുത്താൻ പ്രധാന ചുമതലയെടുത്തത്. അവരുമായി ബന്ധപ്പെട്ട സിനിമയാണ് മണികർണിക, കിങ് ഓഫ് ഝാൻസി. അതിൽ അഭിനയിച്ചത് കങ്കണ റാവത്താണ്. അതിലെ അഭിനയം ആരായിരുന്നു? കങ്കണ റാവത്താണ്. സോ ഝാൻസി റാണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, അവരുടെ കുതിരയുടെ പേരറിയണം. കുതിരയുടെ പേര് അറിഞ്ഞിരിക്കണം. അത് ബാദൽ ആണ്. യുദ്ധസമയത്ത് അവരുപയോഗിച്ചിരുന്ന കുതിരയുടെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അവരെ തോൽപ്പിച്ച നേതാവ്, അവരോട് ഏറ്റുമുട്ടിയ നേതാവ്, അത് ആരാണ്? ആ നേതാവിനെ നിങ്ങൾ ഓർത്തിരിക്കണം. അത് ഹ്യൂഗ്രോസ് ആണ്. ഹ്യൂഗ്രോസ്. അവരുടെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. യഥാർത്ഥ പേര് മണികർണിക, മനുഭായ് എന്ന 2 പേരുകൾ അവർക്കുണ്ടായിരുന്നു ഝാൻസി റാണിക്ക്. മറ്റൊന്ന്, ഒരു അവസാന പോയിന്റ് കൂടി ഓർമ്മിച്ചാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. അതെന്തായിരിക്കും? അവരെ വിശേഷിപ്പിച്ചത് പ്രകാശമാനമായ ബിന്ദു. ഇരുണ്ട കാലത്തെ പ്രകാശമാനമായ ബിന്ദു ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ എന്താണ്? കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ ആരാണ്? ഹ്യൂഗ്രോസ്. ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ 2 ഭാഗങ്ങൾ കൂടി കണ്ടിരിക്കുക. മുഴുവൻ നമുക്ക് ഒറ്റയടിക്ക് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ദത്താവകാശ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ 1848 മുതൽ 1859 വരെയുള്ള കാലഘട്ടത്തിലാണ്. 1848 ഡൽഹൌസി പ്രഭുവാണ് ഈ നിയമം നടപ്പിലാക്കുന്നത്. 1859 കാനിങ് പ്രഭുവാണ് ഈ നിയമം പിൻവലിക്കുന്നത്. എന്തായിരുന്നു ഈ നിയമം? ദത്താവകാശ നിരോധന നിയമം. അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമമാണ്. ഓർക്കുക, ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ പലതരത്തിൽ ആണ് രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തത്. അനന്തരാവകാശികളില്ല ഒരു രാജാവിനെങ്കിൽ അവർ മറ്റ് രാജവംശങ്ങളിൽ നിന്നോ അവരുടെ പ്രഭു കുടുംബങ്ങളിൽ നിന്നോ ആളുകളെ ദത്തെടുത്ത് ആ ദത്തെടുത്ത ആളുകളുമായി ഭരണം നടത്താറുണ്ട്. ഇത് ഝാൻസിയിലും സംഭവിച്ചു. അവർ സമ്മതിച്ചില്ല. ഝാൻസിയിൽ 1854 ഝാൻസി പിടിച്ചടക്കുന്നുണ്ട് ദത്താവകാശ നിരോധന നിയമപ്രകാരം. ഝാൻസി റാണി അത് കാരണമാണ് എന്തിനിറങ്ങുന്നത്? സമരത്തിനിറങ്ങുന്നത്. അപ്പോൾ പലതരത്തിലാണ് ഇവർ പിടിച്ചടക്കുന്നത്. അതിലൊന്നാണ് ദത്താവകാശ നിരോധന നിയമം. അപ്പൊ അവിടെ അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന രീതി. അതാണ് ദത്താവകാശ നിരോധന നിയമം. കൊണ്ടുവന്നത് 1848 ഡൽഹൌസി. അത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ കൊണ്ടുവരിക.
1857 വിപ്ലവത്തിന് കാരണമായി. അത് പിൻവലിച്ചത് ആരാണ്? അത് കാനിങ് പ്രഭുവാണ്. അപ്പോ ആദ്യത്തെ നാട്ടുരാജ്യം, ഇതിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ദത്താവകാശ നിരോധന നിയമപ്രകാരം ആദ്യം ചേർക്കുന്നത് സത്താറയെയാണ് എന്നോർക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് 1824 അനൗദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 1824 ബ്രിട്ടീഷുകാർ അനൗദ്യോഗികമായി ഈ നിയമം ഉപയോഗിച്ച് കിട്ടൂർ ചിന്നമ്മ ഭർത്താവിന്റെയും മകന്റെയും മരണത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഓക്കെ, അപ്പോൾ അനൗദ്യോഗിക ഉപയോഗം നടത്തിയവർ അനൗദ്യോഗികമായി ഈ നിയമം ഉപയോഗിച്ചു. അതിനെതിരെ പോരാടിയ ആളാണ് കിട്ടൂർ ചിന്നമ്മ. അതുപോലെ അവധുമായി ബന്ധപ്പെട്ട് ഒരു ഡയലോഗ് കൂടി ഓർക്കണം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിയാണ് അവധ്. ഇത് കണ്ടിട്ട് പറയണത് നമ്മൾ ചേർക്കാൻ പോവുകയാണ് പറഞ്ഞത് ഡൽഹൌസി പ്രഭു. അവധിനെ കുറിച്ച് ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നും കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം എന്നും ഓർക്കണം. അവധിന്റെ പദവി എന്ന് പറയുന്നത് അവധിലെ നവാബ് വാജിദ് അലി ഷായാണ്. അദ്ദേഹത്തെ നാട് കടത്തുന്നുണ്ട്. ഈ നിയമത്തിന്റെ അവസാനം നടക്കുന്നത് കാനിങ് പ്രഭുവാണ്. പിൻവലിക്കുന്നത് 57 വിപ്ലവത്തിന് ശേഷം വീണ്ടും നാട്ടുരാജാക്കന്മാർക്ക് ഇത് പ്രകോപനം ഉണ്ടാക്കുമെന്ന് കരുതി 1859 കാനിങ് പ്രഭു പിൻവലിക്കുന്നു. പുതിയ തന്ത്രം എന്താണ്? നാട്ടുരാജ്യങ്ങളോട് കൂടുതൽ സഹകരണങ്ങൾ. ഏതെല്ലാം ചോദ്യങ്ങളാണ് വന്നത്? 1857 കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി. ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നതാര്? ഡൽഹൌസി. പ്രധാന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇനി ഒരൊറ്റ സെക്ഷൻ കൂടിയേ ഉള്ളൂ, പക്ഷെ ഇതിലേക്കൊന്ന് കടന്നു പോകാം. ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഞാനത് കാണിച്ചിട്ടില്ല അല്ലേ? പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി പറയാൻ ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. ഒന്ന്, ഇത് ഓർക്കുക. ആരാണ് ചോദ്യം വന്നത് നോക്കൂ. ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം വന്നത് എന്താണ്? 1857 കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ചത് അതും ഡൽഹൌസി പ്രഭുവാണ്. അപ്പോ എന്തായിരുന്നു? 1857 വിപ്ലവത്തിന്റെ ഭാഗമായി 1859 ഈ നിയമം പിൻവലിക്കുന്നു. അത് അവധുമായി ബന്ധപ്പെട്ട ഡയലോഗ് പഠിച്ചല്ലോ, നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി ഈ ദത്താവകാശ നിരോധന നിയമപ്രകാരം. അപ്പോ അത് അവിടെ അവധിലെ നവാബായിരുന്ന വാജിദ് അലി ഷായെ നാട് കടത്തുന്നുണ്ട്. അപ്പോ അതാണ് അവധുമായി ബന്ധപ്പെട്ട പ്രത്യേകത. ഇതിനും 1824 ഇതൊന്നുമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു നാട്ടുരാജ്യത്തെ കൈക്കലാക്കുകയും അതിനെതിരെ കിട്ടൂർ ചെന്നമ്മ ഭർത്താവിന്റെയും മകന്റെയും മരണത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്യുന്നുണ്ട് 1824. ഝാൻസി റാണി മരിക്കപ്പെട്ട വർഷം ഓർത്തിരിക്കണം. 1858 ഝാൻസി റാണി. ദത്താവകാശ നിയമപ്രകാരം ആദ്യം കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം സത്താറയാണ്. സത്താറ, സംബൽപൂർ, ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി ഇതൊക്കെ ദത്താവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത്. ദത്താവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികളെ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അത് അവസാനിപ്പിച്ചു. അത് ബ്രിട്ടീഷ് രാജ്യത്തോട് ചേരുമെന്നുള്ള ഇതിനെതിരെയാണ് ഇവർ സമരം ചെയ്തത്. സോ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്, ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നെന്താണ്? ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? നടപ്പിലാക്കിയത് ഡൽഹൌസി. ഡൽഹൌസിക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അവധിനെ നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസിയാണ്. അവധിനെ നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ചത് ഡൽഹൌസിയാണ്. ഡൽഹൌസിയെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഡൽഹൌസി ഒരു യുവാവായിരുന്നു. അങ്ങനെ കരുതിയാൽ മതി. ഇന്ത്യയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ഗവർണർ ജനറൽ ആയിരുന്നു ഡൽഹൌസി. ഡൽഹൌസിയുടെ കാലത്താണ് തപാൽ സംവിധാനം, യുവാക്കൾക്കല്ലേ ടെക്നോളജിയിൽ തപാല്, ഇന്ത്യയിൽ ആദ്യമായി ബോംബെ മുതൽ താനെ വരെ റെയിൽവേ, ഇന്ത്യയിൽ ടെലിഗ്രാഫ്, ഇതെല്ലാം കൊണ്ടുവരുന്നത് ഡൽഹൌസിയാണ്. തപാല്, റെയിൽവേ, ടെലിഗ്രാഫ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാ, ഓർത്തു വെച്ചോളൂ. ദത്താവകാശ നിയമം നടപ്പിലാകുന്നത് 1848. അതിൽ ചേരുന്ന ആദ്യത്തെ രാജ്യം, അത് പ്രകാരം പിടിച്ചെടുക്കപ്പെടുന്ന രാജ്യം സത്താറയിലാണ്. എന്നാൽ 1859 ദത്താവകാശ നിയമം പിൻവലിക്കപ്പെട്ടു. പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. 1824 ഈ നിയമം അനധികൃതമായി ഒരു നാട്ടുരാജ്യം പിടിച്ചെടുക്കുന്നു. അവിടുത്തെ രാജാവും മകനും മരിച്ചതിനെ തുടർന്ന് കിട്ടൂർ രാജ്യത്തിലെ കിട്ടൂർ ചെല്ലമ്മ ശക്തമായ സമരം നടത്തുന്നു.
ഇതാണ് പ്രധാനമായും ആ ഭാഗത്ത് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് പോകാം. ഏറ്റവും അവസാനത്തെ ഭാഗം കൂടി കവർ ചെയ്താൽ ഇതിലെ എല്ലാ പോയിന്റുകളും ഇതുവരെ PSC പരീക്ഷയ്ക്ക് 10th ലെവൽ എക്സാമുകൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അവസാനത്തെ പോയിന്റ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഞങ്ങൾക്കറിയാം 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ആ വിപ്ലവം പരാജയപ്പെട്ടെങ്കിലും എന്ത് വരികയാണ്? ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഭരണം ആരേറ്റെടുക്കുകയാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കുകയാണ്. ഓഗസ്റ്റ് 2 1858 പേര് ആണ്. ആ ആക്ടിന് 3 പേരുകളുണ്ട്. ഒരു പ്രധാന മാറ്റമുണ്ട്. ക്രൗൺ ഭരണം ആരംഭിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നറിയപ്പെടുന്നത് ഇതാണ്. രാജ്ഞിയുടെ പ്രൊക്ലമേഷൻ, രാജ്ഞിയുടെ വിളംബരം എന്നറിയപ്പെടുന്നത് ഇതാണ്. ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഇതാണ്. അപ്പോ ഈ ആക്ടിനുള്ള 3 പേരുകൾ ഓർത്തിരിക്കണം. ഏതെല്ലാമാണ് ആ ആക്ടിനുള്ള 3 പേരുകൾ? ഒന്ന് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നു. മറ്റൊന്ന് എന്താണ്? ക്യൂൻസ് പ്രൊക്ലമേഷൻ, രാജ്ഞിയുടെ എന്താണ്? വിളംബരം, പ്രൊക്ലമേഷൻ എന്ന് പറയുന്നു. രാജ്ഞിയുടെ വിളംബരം എന്ന് പറയുന്നു. മറ്റൊന്ന് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നു. ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നും ഇതിനൊരു പേരുണ്ട്. ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ള ഈ 3 എണ്ണവും ഓർത്തിരിക്കണം. 1858 എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടത്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ചു. 1857 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന്റെ പരാജയം 1857 മഹത്തായ വിപ്ലവത്തിലൂടെ തെളിയിച്ചു. ജനകീയ അതൃപ്തിയും കമ്പനി ഭരണത്തോടുള്ള വ്യാപകമായ എതിർപ്പും ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ടിടപെടാൻ തീരുമാനിച്ചു. അവിടെ നിയമം അവതരിപ്പിക്കുന്നത് പാമേഴ്സ്റ്റൺ ആണ്. പാമേഴ്സ്റ്റൺ പ്രഭു അന്നത്തെ പ്രധാനമന്ത്രിയാണ്. പ്രധാന മാറ്റം എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 100 വർഷത്തെ ഭരണം അവസാനിക്കുന്നു. ബ്രിട്ടീഷ് ക്രൗണിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ രാജ്ഞിയുടെ പ്രതിനിധിയായി വൈസ്രോയി എത്തുന്നു. ഗവർണർ ജനറൽ കമ്പനിയുടെ പ്രതിനിധിയായിരുന്നു. വൈസ്രോയി ക്രൗണിന്റെ പ്രതിനിധിയാണ്. ആ മാറ്റവും നമ്മൾ പറഞ്ഞതാണ്. ആ മാറ്റം നമ്മൾ വിശദമായി പറഞ്ഞതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾക്ക് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതിൽ നിന്നുള്ള ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാമിൽ പ്രസിദ്ധീകരിക്കും. ആ ഡീറ്റെയിൽഡ് നോട്ട് വായിക്കുക, നിങ്ങളുടേതായ കുറിപ്പുണ്ടാക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകൾ വെച്ച് നിങ്ങളുടെ കുറിപ്പ് നിർബന്ധമാണ്. അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതുക. എക്സാമിന്റെ പ്രത്യേകത ശരി ഉത്തരത്തിന് 1 മാർക്കും തെറ്റായ ഉത്തരത്തിന് 0.33 മാർക്കും നൽകിക്കൊണ്ട്. എന്നിട്ടോ അത് കൃത്യമായി 10 ചോദ്യങ്ങൾ 5 മിനിറ്റിൽ. പക്ഷെ ഒരു പ്രാവശ്യം ചേരുമ്പോഴുള്ള ചോദ്യമല്ല പിന്നീട് വരിക, പിന്നീടുള്ള 10 ചോദ്യത്തിൽ വരിക. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് നടത്തുന്നത്. ഒരു റിയൽ PSC എക്സാം എക്സ്പീരിയൻസ് കിട്ടും. പലതവണ ചെയ്തുകൊണ്ട് ഇതിലെ ചോദ്യങ്ങൾ മുഴുവൻ പിടിച്ചടക്കുകയും ചെയ്യാം. അത് എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ എക്സാമും കൂടി അറ്റൻഡ് ചെയ്യണം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അവസാനം കണ്ടവർ പ്രത്യേകിച്ചും കമന്റ് ചെയ്യുക, അവസാനം വരെ കണ്ടവർ. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.